കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ ആദ്യമായി വരുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് നാദാപുരത്ത് ഏറ്റുമുട്ടുന്നത്. LDFിന് വേണ്ടിയിട്ട് CPIയിലെ P വസന്തവും UDFിന് വേണ്ടി KSU നേതാവായിരുന്ന KM അഭിജിത്തുമാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ 2016-ലും 2021-ലും LDF വിജയം വരിച്ച ഒരു മണ്ഡലമാണ് നാദാപുരം. എന്നാൽ നാദാപുരം തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു വാശിയോടുകൂടിയാണ് അഭിജിത്ത് തെരഞ്ഞെടുപ്പ് വേദിയിലുള്ളത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂർധന്യത്തിലാണ് മലബാർ ജേണൽ വസന്തവുമായി ആദ്യമായി സംസാരിക്കുന്നത്. വളരെ പോസിറ്റീവായ ഒരു ഫീലിംഗ് ആണ് വസന്തം നമ്മളോട് പങ്കുവച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാദാപുരം മേഖലയിൽ വളരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ചറിയാം. നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. എത്രയോ വികസന പ്രവർത്തനങ്ങൾ നാദാപുരത്ത് വന്നു കഴിഞ്ഞു. കേരളത്തിലെ ഭരണം, പിണറായി വിജയൻ്റെ 1-2 ഭരണകൂടങ്ങൾ എത്രത്തോളം ഭീകരമായാണ് ഒരു നാടിനെ പുറകോട്ട് നയിച്ചത് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോ ദിനവും നമ്മൾ കാണുകയാണ്. ഇപ്പം ഈ ദിനങ്ങളിലാണ് ആരോഗ്യ മേഖലയിലെ ഓരോ ഘട്ടങ്ങളിലെയും പരാജയം ദൈനംദിനം ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെ വിധി എഴുതാൻ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. കേരളത്തിൽ ഇത്തവണ UDF അധികാരത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതിനൊത്ത് കോഴിക്കോട് ജില്ലയിലും വലിയ 13 സീറ്റിൽ 13 എന്ന ലക്ഷ്യം വെച്ചാണ് ടീം UDF കോഴിക്കോട് ജില്ലയിൽ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നാദാപുരം മണ്ഡലത്തിലും ഭരണവിരുദ്ധ വികാരം അതേപോലെ നീടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നാദാപുരവും ഈ തൊട്ടടുത്ത ചില കുറ്റിയാടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ പൊതുവേ ഒരു UDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് പല കാലങ്ങളിലും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ UDFന് നല്ല വേരുള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെ എല്ലാം തന്നെ LDFന് വിചാരിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ചില തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ നാദാപുരം മേഖലയിലൊന്നും വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലത്തായിട്ട് LDFന് പകരം UDF ആണ് അധികാരത്തിൽ വരുന്നത്. അത് തികച്ചും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കേന്ദ്രത്തിൽ ഫാസിസത്തിനെതിരായിട്ട് ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്രത്തിലൊരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് അധികാരത്തിൽ വരികയാണെങ്കിൽ ഫാസിസത്തിനെ തടുക്കാൻ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണിപ്പോൾ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറേ ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ സാധാരണ മനുഷ്യരെ പൂർണ്ണമായിട്ട് അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ സമയം അതല്ല. കുറേ കൂടി ഈ വികസന പ്രവർത്തനങ്ങളെ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, പല വാണിമേലടക്കമുള്ള പഞ്ചായത്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രയോ കാലമായിട്ട് UDF ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തിട്ടുള്ള കാഴ്ച കാണാൻ കഴിയും. അത് മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് 5.5 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നിരന്തരം ജയിച്ചു പോകുന്നൊരു മണ്ഡലമാണ് ഈ നാദാപുരം. അപ്പോൾ ആ തുടർച്ചയായിട്ടുള്ള ജയത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്നലകളിൽ മന്ത്രിമാർ പോലും ഉണ്ടായ സ്ഥലമാണ് ഈ നാദാപുരം. അതിൻ്റെ ഒരു പരിഗണനയും ഗുണവും ലഭിക്കാത്തിടമാണ് നാദാപുരം എന്ന് ഓരോ ദിവസവും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇത് ആകെ മൊത്തം ഇതെല്ലാം കൂടി ഇതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങനെയൊരു ജനവിധി, ആ വിധിയെഴുത്ത് അത് UDFന് അനുകൂലമായിരിക്കും, UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് അനുകൂലമായിരിക്കുമെന്നാണ് എൻ്റെ ഈ സമയത്തുമുള്ള വിലയിരുത്തലും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അവസാനം കിട്ടിയ റിപ്പോർട്ടുകൾ. LDFും സംസ്ഥാന സർക്കാരും എല്ലാം വയ്ക്കുന്നത് കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസനം കൊണ്ടുവന്ന ഒരു സർക്കാരാണെന്നാണ് അവർ പറയുന്നത്. അതിൽ ചില വിസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് മുതൽ വിഴിഞ്ഞം പോർട്ട് വരെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, അതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്. അതേസമയം
അഭിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം കാണാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായെന്നാണ് UDFൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന വിമർശനം. അതായത് ഭരണവിരുദ്ധ വികാരവും വികസന ഭരണവും എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ഇതാണ് ഒരു ധ്രുവീകരണം കേരളത്തിൽ നടക്കും. ഒരുപക്ഷെ ഇതൊരു PR എക്സൈസിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പലരും, പ്രത്യേകിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും തെറ്റിദ്ധരിക്കപ്പെട്ട പല വികസന കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, വിഴിഞ്ഞം പദ്ധതിയിൽ എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ റോള്? ഒരു ചർച്ചയിൽ പോലും അങ്ങേക്ക് പോലും അത് കോട്ടിയപ്പെടുകയാണ്. അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കുഞ്ഞിന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നവരാണ് കേരളത്തിലെ CPM എന്നും പിണറായി വിജയന്റെ സർക്കാർ എന്നും കേരളത്തിന് ബോധ്യമുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പലരും വൃഥാവിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വിഴിഞ്ഞം ആരുടെ പദ്ധതിയാണ്? അത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന, പലരും എക്സ്പോസ് ചെയ്യാത്ത വലിയൊരു വിഷയമാണ് ഈ കേരളം ശരിക്കും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം, സ്ത്രീകൾ, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായിട്ടാണ് സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുക മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ, കുടുംബശ്രീ പ്രസ്ഥാനം, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ഞാൻ കുടുംബശ്രീ അംഗമാണ് ഞങ്ങളുടെ നാട്ടിൽ. ഞാനൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, മൊകേരി എന്ന പ്രദേശം. വളരെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്. അവരെന്തൊരു ആവേശമാണ്. അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ 1,61,000 സംരംഭങ്ങളാണ് കേരളത്തിലെ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്, സ്ത്രീകളുടെ സംരംഭം. അപ്പോൾ 1,61,000 എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്വാശ്രയത്വം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഇതൊക്കെ ഒരു അറിയാതെ പോകുന്ന വിഷയങ്ങളാണ്. നമ്മളുടെ ഒക്കെ വീടുകളിൽ ഒരുപാട് രോഗികൾ ഉണ്ടാകാറുണ്ട്. രോഗികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. ഓരോ വീടുകളിൽ പോകുമ്പോൾ ചില കാഴ്ചകൾ കാണുമ്പോൾ ഒരു കാരണവശാലും രോഗം വരല്ലേ എന്ന് പലപ്പോഴും ആത്മാർത്ഥമായി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ആളുകൾ ഒരു പ്രയാസം വരുമ്പോൾ ആദ്യം ഓടിപ്പോകുന്നത് എങ്ങോട്ടാണ്? ഗവൺമെൻറ് ആശുപത്രികളിലേക്കാണ്. ആശുപത്രികളിൽ മരുന്നുണ്ടോ? ആശുപത്രികളിൽ സർജറി ഉപകരണങ്ങളുണ്ടോ? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഞാൻ ഒരു തവണ അവിടെ ആ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചാണ്. ദിനേനെ എത്രയേറെ ആളുകൾ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. ഒരു സർജറിക്ക് ഡേറ്റ് എടുത്ത് തരണം. സർജറിക്ക് ഡേറ്റ് ചോദിക്കുമ്പോഴോ, ഇന്ന് നടക്കേണ്ട സർജറി ഇന്ന് നടക്കില്ല, ഈ ആഴ്ച നടക്കില്ല, ഈ മാസം നടക്കില്ല. പാവപ്പെട്ടവന് ജീവൻ നിലനിർത്തണമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. സർജറിക്ക് പോയാൽ സർജറിയുടെ ഉപകരണങ്ങളില്ല, മരുന്നില്ല. പാവപ്പെട്ട രോഗികൾ ഒന്നെങ്കിൽ ചികിത്സയ്ക്ക് മറ്റിടങ്ങളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആരോഗ്യരംഗത്തെ ഇത്ര കെടുകാര്യസ്ഥതയോടെ നയിച്ച ഒരു മന്ത്രി, കേരളത്തിന് അപമാനമായിട്ടുള്ളൊരു മന്ത്രി മറ്റൊന്നും ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ അവകാശങ്ങളും, വില നിയന്ത്രണ അവകാശം പോലും ഈ മുതലാളിമാർക്ക് നൽകിയതിൻ്റെ ഭാഗമായിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് പരമാവധി പൊതുവിതരണ വകുപ്പുകളിലൂടെയൊക്കെ തന്നെ സബ്സിഡി നൽകിക്കൊണ്ട്, ഈ മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ തന്നെ പൊതുവിതരണ സംവിധാനം കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. ലോകത്തിൽ തന്നെ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥയിൽ നിന്ന്. പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്താ? ഇവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളില്ല എന്നല്ല, പക്ഷേ ആ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽപ്പെട്ട പ്രതികളെ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഏകദേശം 68% കേസുകൾ പ്രതികളെ ശിക്ഷിക്കപ്പെടുന്നു. അതേസമയം നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ഥിതി എന്താ? BJP ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. അവിടെയൊക്കെ തന്നെ ഈ പ്രതികൾ രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായിട്ടോ സ്വാധീനമുള്ളവരാണെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇത്തരം അഗാധത്തിൽ ഉള്ളോട്ടുള്ള വിഷയങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാൻ പോലും സാധിക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയുമായി ഈ ഭരണകൂടം മുന്നോട്ട് പോയി. പക്ഷേ അതിനൊന്നും ഈ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ സാധിക്കില്ല. ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഈ ഭരണകൂടത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ തയ്യാറായിരിക്കുന്നു. കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ല. എല്ലാ സമുദായങ്ങൾക്കും, അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഏത് മതങ്ങൾക്കായാലും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കാനുള്ള ഒരു സെക്കുലർ ബോധം ഉള്ളൊരു സംസ്ഥാനമാണ്. ഈ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു വർഗീയ ലഹളകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഉദാഹരണമാണ്. എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ബോധ്യമുണ്ട്.
ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ, ഇസ്ലാമായതിൻ്റെ പേരിൽ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ നടക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നത് LDF ആണെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഈ കേരളത്തിലെ ഇതര വിഭാഗങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാദാപുരം മണ്ഡലത്തിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. NDA അവിടെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തന്നെയും ഒരു ശക്തമായ സാന്നിധ്യമല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ LDFും UDFും സ്ഥാനാർത്ഥികളായിട്ടാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തത്. ഏതായാലും വിജയം ആരുടെ കൂടെ ആയിരിക്കുമെന്നുള്ളത് മെയ് 4-നായിരിക്കും വ്യക്തമാവുക.